പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരണീയ മാസങ്ങളിലൊന്നായ ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ മുഹറം മാസം, അതിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഉള്ളത്. മുഹറത്തിന് ധാരാളം സന്ദേശങ്ങൾ നമ്മളോട് കൈമാറാനുണ്ട്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധാരണയിലുള്ളൊരു കാര്യം മുഹറം 10-ലെ നോമ്പ്, 9-ലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണത്. റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് മുഹറത്തിലെ നോമ്പാണ്, മുഹറം 10-ന്റെ നോമ്പാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 9, 10 നോമ്പുകളാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാത്രി നമസ്കാരമാണ് എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത് രണ്ടും കൂട്ടി പറഞ്ഞിട്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബഅദി റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമദാനിന് ശേഷം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഹദീസുകളിൽ ബുഖാരി, മുസ്ലിം ഒക്കെ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വെച്ചിട്ടുണ്ട്. മക്കയിൽ വെച്ചിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നു. പിന്നീട് റമദാൻ നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തിൽ ഇത് സുന്നത്തായി സാധിക്കുന്നവർ എടുത്താൽ മതി എന്ന് പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സന്ദർഭത്തിൽ യഹൂദന്മാർ മുഹറം മാസത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ തിരുമേനി സഹാബത്ത് അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്താണ് ഈ ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത്? ഈ ദിവസത്തിലാണ് ഫറോവയെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചങ്കടലിൽ മുക്കി ഒടുക്കി നശിപ്പിച്ച് കളഞ്ഞത്. ഇസ്രായേൽ സമുദായത്തോട് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നായിരുന്നു അത്. അതിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ 2 ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, മൂസാ നബിയോട് ഏറ്റവും അടുത്തവനും മൂസാ നബിയെ പിൻപറ്റാൻ ഏറ്റവും അർഹതപ്പെട്ടവനും അവകാശമുള്ളവനും നിങ്ങളെക്കാൾ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 നോമ്പും ആളുകളോട് എടുക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മുഹറത്തിന്റെ ദിവസം 10-ാം ദിവസം മദീനയിലെ അൻസാറുകളുടെ വീടുകളിലേക്ക് ആളുകൾ അയച്ചിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴം കഴിച്ച് നോമ്പെടുത്തവർ നോമ്പെടുക്കട്ടെ, നോമ്പ് പൂർത്തിയാക്കട്ടെ. രാവിലെ ആരെങ്കിലും നാഷ്ത കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഭക്ഷണം കഴിക്കാതെ നോമ്പ് പൂർത്തീകരിക്കട്ടെ. ഇത്രത്തോളം ഈ നോമ്പിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വലിയ കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വിശദീകരണം ഹദീസിൽ കാണാം. നോമ്പ് പിന്നെ ഒരു ഒഴുക്കാണ് റമദാൻ. ഇത് പെട്ടെന്ന് ഇടയിൽ വരുന്ന നോമ്പാണ്. അതുകൊണ്ട് ആവേശവും തുടിപ്പോ എടുപ്പൊന്നും ചിലപ്പോൾ കിട്ടൂല. മദീനക്കാർ അൻസാറുകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ കളിക്കോപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും, സ്പോഞ്ച് കൊണ്ടും പരുത്തി കൊണ്ടും ഒക്കെ. എന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരും വൈകുന്നേരം വരെ നോമ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ ഭക്ഷണത്തിന് കരയുമ്പം ഈ സാധനം അവർക്കെടുത്തിട്ട് കൊടുക്കും, കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ കുട്ടികളെ അടക്കം ഈ നോമ്പ് എടുപ്പിച്ചിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയണത്. അത്രയും പ്രത്യേകത ഈ നോമ്പിനുണ്ട് എന്നാണ് പറയുന്നത്. 9, 10 ഇന്ന് മുഹറം 5 തോന്നുന്നത്. ചിലപ്പോൾ കലണ്ടറിൽ വേഷം കിട്ടും കിട്ടുമൊക്കെ ഉണ്ടാകും. അതിൽ ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ ആളല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു. ഒരു പക്ഷത്തു നിന്ന് ഞാനൊരു അഭിപ്രായം പറയണില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ചൊവ്വയും ബുധനുമാണ് 9, 10 എന്ന് പറയുന്നത്. ചൊവ്വ താസുവാകും, ബുധൻ ആഷൂറാവും, 9, 10 അതല്ല ചിലരുടെ കണക്കനുസരിച്ചാണെങ്കിൽ തിങ്കളും ചൊവ്വയും ചിലപ്പം വരാൻ സാധ്യത ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ കടന്ന് പോകേണ്ടതില്ല. ചുരുക്കത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടി വെക്കുന്നതനുസരിച്ച് 9-നും 10-നും നിങ്ങളുടെ വീടുകളിലും കുട്ടികളിലും ഒക്കെ ഈ നോമ്പ് എടുപ്പിക്കുക. ഈ നോമ്പാണ് മുഹറം മാസത്തിൻ്റെ സംഭവങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് ഇത്തിരി കൊണ്ടുവരുന്നത്. മുഹറം മാസത്തിലെ നോമ്പുള്ളത് കൊണ്ട്
പഴയകാലത്തൊന്നും അതിൻ്റെ ചരിത്രമോ സംഭവങ്ങളോ ആശയങ്ങളോ ഉള്ളടക്കങ്ങളോ ഒന്നും വേണ്ടത്ര ഗൗരവത്തിൽ നമ്മുടെ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം റമദാനിലെ പോലെ ദുൽഹിജ്ജയെ പോലെ ധാരാളം സന്ദേശങ്ങൾ, വലിയ ആശയ ഉള്ളടക്കങ്ങളുള്ള ബൃഹത്തായ മഹത്തരമായ ഒരു മാസമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പല അപൂർവ സന്ദർഭങ്ങളിലാണ് വ്യക്തികളെ അഭിസംബോധന ചെയ്യാറുള്ളത്. നീ എന്ന് വളരെ അപൂർവ സ്ഥലങ്ങളിലുള്ളൂ. എണ്ണപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് അതുണ്ടാവുക. ഭൂരിപക്ഷവും ഖുർആന്റെ പ്രയോഗങ്ങൾ നിങ്ങൾ, നമ്മൾ, അവർ, യാ യുഹന്നാസ് ഉഅ്ബുദു യാ യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, അല്ലയോ പൊതുജനങ്ങളെ, അങ്ങനെയൊക്കെയാണ് ഖുർആൻ വിളിക്കുക. വ്യക്തിപരമായിട്ട് ആളുകളെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വളരെ കുറച്ചാണ് ഖുർആനിലുള്ളത്. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്, അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. ഖുൽ, നീ പറയുക, നീ പ്രഖ്യാപിക്കുക എന്ന് റസൂലിനോട് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മളെ ഖുൽ ഹുവല്ലാഹു അതൊക്കെ ഉണ്ടല്ലോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അതിൻ്റെയൊക്കെ തുടക്കത്തിലെ ഖുൽന, ഖൂലു എന്നല്ല, നിങ്ങൾ പറയൂ എന്നല്ല, നീ പറയും, നീ പറയുക. നിന്റെ വ്യക്തിപരമായ ചുമതലയാണ്, ദൗത്യമാണ്, നീ നിർവഹിക്കേണ്ട ബാധ്യതയാണ് എന്ന അർത്ഥത്തിലാണ് ഖുൽ, നീ പറയുക. നമ്മളൊക്കെ ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഒക്കെ ഓതിപ്പോകലാണല്ലോ. നാട്ടില്, സമൂഹത്തില്, രാജ്യത്തില്, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ നീ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, എല്ലാറ്റിനെയും പിളർക്കുന്ന നാഥനോട് ഞാൻ അഭയം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ നാഥനോട്, രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. ഇങ്ങനെ പറയാൻ ഖുർആൻ പറയുന്നുണ്ട്. അതിൽപ്പെട്ട അപൂർവ പ്രയോഗങ്ങൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടിട്ടും ഖുർആൻ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങളിൽ ഹൽ അതാക ഹദീസു മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാർത്ത നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയൊന്നല്ല, നിനക്ക് വന്നു കിട്ടിയിട്ടില്ല എന്നാ ചോദിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ, നീ എന്തെങ്കിലും ഹദീസ്, സംഭവങ്ങൾ, വർത്തമാനങ്ങൾ, ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട ബൃഹത്തായ ചരിത്രം, ഹൽ അതാക, ഹൽ അതാക്കും, നിങ്ങൾക്ക് വന്നു കിട്ടിയില്ല എന്നല്ല ചോദിക്കണത്, നീ മനസ്സിലാക്കണം. ഹൽ അതാക, നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഹദീസ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ. അങ്ങനെ പേഴ്സണലി, വ്യക്തിപരമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അപൂർവ പ്രവാചകന്മാരിൽ ഒരാളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ മുഹറം മാസത്തിന്റെ സംഭവങ്ങൾ, 3 സംഭവങ്ങൾ മുഹറമായിട്ട് കൂട്ടി വെച്ച് പറയലുണ്ട് സാധാരണ. ഏറ്റവും പ്രധാനപ്പെട്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. ഫറോവയെയും സംഘത്തെയും ചെങ്കടലിൽ മുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തത് പ്രവാചകന്റെ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തോടു കൂടിയാണ്. ഹിജ്റ നടന്നിട്ടുള്ളത് മുഹറത്തിലല്ല, റബീഉൽ അവ്വലിലാണ്. അതേസമയം ആ റബീഉൽ അവ്വൽ ഉൾക്കൊണ്ടിട്ടുള്ള മാസങ്ങളിൽ നിന്ന് 1ാമത്തെ മാസമായി, അറബി കലണ്ടറിലെ 1ാമത്തെ മാസമായി മുഹറമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുഹറം മാസം ഹിജ്റയുടെ പലായനത്തിന്റെ മാസമാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങളെ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന, ചെറുപ്പക്കാർക്കൊക്കെ ചിലപ്പോൾ ലെമീനിയമാനെയൊക്കെ എളുപ്പം മനസ്സിലാവും. ഘാനയെന്നും അതുപോലെ തന്നെ ടുണീഷ്യയെന്നും ഒക്കെ, പാപ്പയും ഇമ്മയും ഘാനക്കാരനാണ്, മറ്റത് ടുണീഷ്യയാണ്. എന്നിട്ട് നിക്കക്കള്ളിയില്ലാതെ യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്തവരാണ്. ഇപ്പൊ യൂറോപ്യൻ ഫുട്ബോളിലെ, ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലേക്ക് ഒരാളായി വളർന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ലമീൻ യമാൽ അഭയാർത്ഥി സംഘങ്ങളിലെ പുത്രനായി ജനിച്ചവനാണ്. നാടും വീടും കുടുംബമൊക്കെ വിട്ടിട്ട് യൂറോപ്പിലും ഫ്രാൻസിലും പോർച്ചുഗലിലും ബ്രിട്ടനിലും ഒക്കെ കളിക്കുന്ന വെള്ളക്കാരല്ലാത്ത കറുത്ത മനുഷ്യരെ ധാരാളം നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ സങ്കര നിറമുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം. അതൊക്കെയും ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പും 100, 150, 50, 25 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സ്വന്തം നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ പലായനം ചെയ്ത് ഹിജ്റ ചെയ്ത് വന്നവരുടെ മക്കളാണ്. പലായനത്തിന്റെ ചരിത്രങ്ങൾ ദീർഘമായി ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഈ രണ്ട് സംഭവങ്ങളാണ് മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാമത്തെ ഒന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഹിജ്റയും അതുപോലെ തന്നെ ഫിർഔന്റെ സംഭവവും നേർക്കുനേരെ ഈ ചരിത്രത്തിലേക്ക് കണക്റ്റഡ് ആണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ. മൂന്നാമത്തത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന് പറയുന്ന ഇറാഖിലെ പ്രദേശത്ത് വെച്ച് നിഷ്ഠൂരമായി വധിക്കപ്പെടുകയും കർബലയിലെ സങ്കടകരമായ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തിട്ടുള്ളത് മുഹറം 10 എന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷിയാക്കളായ മുസ്ലിമീങ്ങൾ ഈ 2 ദിവസങ്ങളിൽ മുഹറം മാസത്തിൽ ധാരാളം വൈവിധ്യമുള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും ഇസ്ലാമിക ദൃഷ്ട്യാ മുസ്ലിം സമുദായത്തിലെ പലതിനും, നമ്മുടെ നിലവിലുള്ള സുന്നി സമുദായത്തിലെ തന്നെ പലതിനും, സുന്നി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടോ, തബ്ലീഗും ജമാഅത്തും മുജാഹിദും തരീഖത്തും അഹ്ലെ ഹദീസും എല്ലാ മുസ്ലിങ്ങൾക്കുമാണ് സുന്നി എന്ന് പറയാം. അതല്ലാത്ത ആളുകൾ നമ്മളവിടെ APEK സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ സുന്നി എന്ന് പറയാം. വേൾഡ് അടിസ്ഥാനത്തിൽ അതല്ല. സുന്നി എന്ന് പറയുന്നത് ഷിയാക്കളല്ലാത്തവരൊക്കെ സുന്നികളാണ്, സുന്നികളല്ലാത്തവരൊക്കെ ഷിയാക്കളാണ്, അങ്ങനെയാണ് പറയാറുള്ളത്. അതിൽപ്പെട്ട അവര് മുസ്ലിം സമുദായം നിലവിലുള്ള സുന്നി സമൂഹത്തിൽ തന്നെ ധാരാളം കൊള്ളരുതായ്മകൾ ഉള്ളതുപോലെ കർമ്മത്തിലും പ്രയോഗത്തിലും നിലപാടുകളിലുമൊക്കെ ധാരാളം അന്ധവിശ്വാസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കർബലയുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായ സംഭവങ്ങളിൽ ഒന്നാണ്. ശാന്തവും സുന്ദരവുമായി മദീനയിൽ ഇരുന്നിരുന്നെങ്കിൽ ഭരണകൂടങ്ങളുടെ വമ്പിച്ച പിൻബലത്തോടുകൂടി അത്യന്താധുനിക സുഖ സൗകര്യങ്ങളോടുകൂടി ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിം സംഘടനാ രാഷ്ട്രീയ നേതൃത്വം എല്ലാവരും അങ്ങനെയാണെന്നല്ലോ പറയുന്നത്, വളരെ മനോഹരമായി ഹുസൈൻ റളിയല്ലാഹുവിന് കഴിച്ചു കൂട്ടാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പക്ഷെ അത് നേരെ നമ്മൾ പറഞ്ഞ പോലെ നേർക്കുനേരെ ഈ മുഹറത്തിലെ ഫറോവയുടെ സംഭവത്തോടോ അതുപോലെ തന്നെ ഹിജ്റയിലേക്കോ കൂട്ടിവെച്ച് പഠിക്കേണ്ടതല്ല. മറിച്ച് മുഹറം മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ള നിലക്കാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഒക്കെ ഞാനും നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതുപോലെ മനസ്സിലായെന്നറിയാം. നിങ്ങൾ കേട്ടുപോകും, ഞാൻ പറഞ്ഞിട്ടും പോകും. നിങ്ങൾ എന്താ വരെ പോയിട്ട് ചെയ്യുക? ഞാൻ പേറിയാൽ 2 ദിവസം നോമ്പെടുക്കും, നിലപ്പോൾ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ 1 ദിവസം നോമ്പെടുക്കും. അതുകൊണ്ടൊന്നും എവിടെ എത്താൻ പോണില്ല. നോമ്പെടുത്താൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹ് അതിനേക്കാൾ മുമ്പ് ആവശ്യപ്പെടുന്നത് ഖുർആനിലെ നോമ്പൊന്നും പറയണില്ല. ഖുർആന് പറയണത് നിങ്ങൾ മൂസാ നബിയുടെ ചരിത്രം പഠിക്കണം എന്നാണ്. നിങ്ങൾ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കണമെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മുഹറത്തിനോടോ നോമ്പിനോടോ വർത്തമാനകാല അനുഭവങ്ങളോടോ ഒക്കെ വല്ല ബന്ധങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കപ്പെടേണ്ട, വായിക്കപ്പെടേണ്ട, പഠിപ്പിക്കപ്പെടേണ്ട, ധാരാളമായി മനസ്സിലാക്കപ്പെടേണ്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരെടുത്ത് അപൂർവ സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുകറമീൻ. മാന്യരായ അതിഥികൾ വന്ന് വീട്ടിൽ പ്രവേശിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നീ പഠിച്ചിട്ടില്ലേ? സ്വവർഗരതിക്കാരും അതുപോലെ തന്നെ അശ്ലീല അനാശാസ്യ പ്രവർത്തകരുമൊക്കെ ആയിരുന്ന സദോമിലെ ജനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി വന്ന, അപ്പൊ അത് ഇൻഡിവിജ്വലി പഠിക്കണം എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം സദാചാര രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ജനറൽ ന്യൂട്രാലിറ്റി ബാത്റൂം ആരംഭിക്കാൻ പോകുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആരാണാവോ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ? ആണിനും പെണ്ണിനും ഒരുമിച്ച് പോകാൻ പറ്റിയ ബാത്റൂം ഒരു ഓഫീസിലും കൂടി അവർ ഒരുമിച്ചിരിക്കൂല. അതേസമയം ബാത്റൂം ആദ്യം അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. വിദ്യാർത്ഥിനി നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിരിക്കും കേട്ടോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. അവിടെ വിദ്യാർത്ഥി സംഘടനകൾ വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾക്ക് വേണ്ടി സമരം നടത്തി അത്തരം വലിയ ബോധവൽക്കരണങ്ങളിലൂടെ നടത്താൻ പോകുന്ന മഹത്തായ വിപ്ലവമാണ്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വ്യത്യസ്ത മൂത്രപ്പുരകളില്ലാതെ ഒരേ പോട്ടെ, അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണ്ട, അവിടുന്ന് തുടങ്ങും ബാക്കി കുഴപ്പമൊക്കെ. പിന്നെ ഇപ്പം എന്താണെന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുകറമീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ടുള്ള ആദരണീയരായ മലക്കുകളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രം മുന്നിൽ വെച്ചിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയെ കുറിച്ച് പഠിക്കാൻ എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്.
ഒരു ഭാഗം മാത്രം നമുക്കിവിടെ പറയാം. ഓതി വെച്ച സൂറ നാസിആത്താണ്. അതിലെ ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച് തരുന്നത്. അതിന് തുല്യമായ രീതിയിൽ തന്നെ സൂറ ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഇദനാദാ റബ്ബുക മൂസാ നബി അല്ലാഹു വിളിച്ചു. അല്ലാഹനെ നേരിട്ട് വിളിച്ചിട്ട് ഏൽപ്പിക്കുകയാണ്, അനിഅ്തിൽ ഖൗമൽ ളാലിമീൻ, അക്രമകാരികളായ ആ സമൂഹത്തിൻ്റെ അടുത്തേക്ക് താങ്കൾ പോകണം. അല്ലാഹു ഏൽപ്പിക്കുകയാണ്. ഫറോവയുടെ സൈന്യത്തിൻ്റെയും അതിനെന്തൊക്കെ ശക്തികളുണ്ടോ, നമ്മൾ ഇന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ അധികാര വൈവിധ്യങ്ങളുടെ മഹത്തരമായ എല്ലാ സംവിധാനങ്ങളും ഒത്തുചേർന്നിട്ടുള്ള അപകടകാരിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. മികച്ച സാമ്പത്തിക സംവിധാനങ്ങൾ, വലിയ സൈനിക സംവിധാനങ്ങൾ, നാട്ടുകാരുടെയൊക്കെ കണ്ണിനെ അമ്പരപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഫിർഔൻ ഉണ്ടാക്കിയ പിരമിഡൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ഖുർആൻ സൂറത്തുൽ ഫജ്റില് നിങ്ങളോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം പറയുന്ന അത്ര നല്ല വർത്താനല്ല. ഈ ഉണ്ടാക്കിയോ ചെയ്ത പണി എന്താണെന്നറിയോ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്. അദ്ദേഹം മാത്രമല്ല, വേറെ കുറെ ആളുകളുടെ പേരെടുത്ത് അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഫറോവയെ കുറിച്ച്, പിരമിഡ് ഉണ്ടാക്കിയ ഫറോവയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്. നാട്ടിൽ മുഴുവൻ കുഴപ്പം വിതച്ചവനായിരുന്നു ഈ ഫറോവ. എല്ലാ നശീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ഭരണകൂട മേധാവിത്വത്തിന്റെ ഹെഡ് ഓഫീസ്, അതിന്റെ തലവൻ അവനായിരുന്നു ഈ ഫറോവ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റത് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നാലും ഖുർആൻ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞ നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം അത്രമാത്രം സംഭവങ്ങൾ മൂസാ നബിയുടെ ചരിത്രത്തിലുണ്ട്. എല്ലാ കാലത്തുമുള്ള മുസ്ലിം സമുദായത്തിന്, പല ദേശങ്ങളിലും താമസിക്കുന്ന മുസ്ലിം സമുദായത്തിന്, പ്രത്യേകിച്ച് ന്യൂനപക്ഷമായി ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്, അധികാരമോ ഭരണകൂടമോ ഒന്നുമില്ലാതെ മറ്റു ഭരണകൂടങ്ങളുടെ കീഴിലായി താമസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിനെ വെച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂസാ നബിന്റെ എതിരാളികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ അപൂർവ ആളുകളുടെ പേര്, പ്രത്യേകിച്ച് ദുഷ്ടന്മാരുടെ പേര് ഖുർആൻ വളരെ കുറച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അധികമൊന്നും വഷളന്മാരുടെ പേര് പറയണ്ട എന്നാണ് ഖുർആന്റെ തീരുമാനം. സംഭവം പറഞ്ഞാൽ മതി എന്നേ പറയുള്ളൂ. പലയിടത്തും അങ്ങനെയാണ് ഖുർആൻ ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഫിർഔനെ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള സാമ്പത്തിക കോർപ്പറേറ്റ് മുതലാളിയായിരുന്ന ഖാറൂൻ, അതുപോലെ തന്നെ അവിടുത്തെ സൈനിക കമാൻഡർ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾ, ഈ മൂന്നാളുകളുടെ പേരും ഖുർആൻ പല സൂറകളിലായി തിരിച്ചും മറിച്ചും ആദ്യത്തിലും അവസാനത്തിലും നടുവിലുമൊക്കെ ആക്കി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരെയും മനുഷ്യരുടെ ജീവിതത്തിനെയും അവരുടെ അവകാശങ്ങളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി അപകടകരമായ പ്രവണതകൾക്ക് നേതൃത്വം നൽകിയ 3 വ്യക്തികൾ എന്ന നിലക്ക് തന്നെയാണ്. എന്തിന്റെ ബാക്കിൽ ഒരു വ്യക്തി ഉണ്ടാവും. വളരെ നാറിയ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന, മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകളെ സംഘടനകളുടെയും ഗവൺമെന്റുകളുടെയും മതത്തിന്റെയും സമുദായത്തിന്റെയും ജാതിയുടെയും വർഗങ്ങളുടെയും ഒക്കെ പേരിൽ ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് ഇത് തുടങ്ങുക. അത്രയും അപകടകാരികളായ വ്യക്തികളായിരുന്നു ഇവർ എന്നുള്ളത് കൊണ്ടാണ് ഖുർആൻ പല ആളുകളുടെയും പേരെടുത്ത് പറയാത്തടത്ത് ഫിർഔനെ കുറിച്ചും ഖാറൂനെ കുറിച്ചും ഹാമാനെ കുറിച്ചും, ഖാറൂൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മേധാവി, രാഷ്ട്രീയ നേതൃത്വം, ഖാറൂൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സംവിധാനങ്ങളുടെ പ്രതിനിധി, സമ്പത്തിന്റെ വമ്പിച്ച കൂമ്പാരങ്ങൾ വെച്ച് അധികാര ഭരണകൂടങ്ങളെ സ്വാധീനിക്കുകയും സ്വന്തം താല്പര്യങ്ങളെ നടപ്പിലാക്കുകയും ചെയ്യുന്ന, ഭരണകൂടത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട്. ഇപ്പോൾ ജിയോക്കൊക്കെ വില കൂടിയില്ലേ? ആരെങ്കിലും മിണ്ടണില്ലല്ലോ. എയർടെലിനൊക്കെ 50 ഉറുപ്പ്യാണ്, 149, 199 ആവുക. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഇവരാരോട് ചോദിച്ചിട്ടാ കൂട്ടിയത്? എന്താണ് ഇവർ കൂട്ടുന്നതിന്റെ അർത്ഥം? നെറ്റ്വർക്ക് ഇപ്പം നിർബന്ധ, ചാപ്പിള്ളക്ക് പോലും മൊബൈൽ ഫോൺ നിർബന്ധ. കാരണം മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മൊബൈലിലേക്ക് നിങ്ങൾ റീചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരൊറ്റടിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 വർഷേ പോയി, ഒരു വിവരമില്ല. 4 ദിവസം അവിടെ കൂടിയിട്ട് ഇങ്ങോട്ട് വരും. പക്ഷെ അംബാനിയും ജിയോയും വഡാഫോണും ഒക്കെ കൂടിയിട്ട് 149, 159 ആക്കി, 199 ആക്കി, 189 ആക്കി.
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടോ? കേട്ടില്ലല്ലോ. ഗ്യാസിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ ഒരു വീട്ടിൽ 250-300 രൂപയെങ്കിലും അധികം വരും മിക്കവാറും. എല്ലാവരുടെ കയ്യിലും ഈ സാധനം ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ബജറ്റിന് കോർപ്പറേറ്റുകൾ അതാണ്. അധികാരത്തിന്റെ പിന്നണികളിൽ നിന്ന് അപകടകരമായ അതിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഖാറൂനിനെ വിശുദ്ധ ഖുർആൻ. ഖാറൂന്റെ ചരിത്രം സൂറത്തുൽ ഖസസിന്റെ അവസാനത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓതുക, തഫ്സീർ എടുത്ത് വായിച്ചു നോക്കുക. ആരായിരുന്നു ഈ ഖാറൂൻ? എന്തായിരുന്നു മൂപ്പർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പദവിയും സ്ഥാനവും? എങ്ങനെയാണ് മൂപ്പർ വിഷയങ്ങൾ? ഈ ഖാറൂന്റെ പേര് ഫിർഔന വഖാറൂന, പിന്നെ വഹാമാൻ. എല്ലാറ്റിനും ഉണ്ട് ഒരു ചീഫ് സെക്രട്ടറി, റിമോട്ട് ചെയ്യുന്നവൻ, എല്ലാറ്റിന്റെയും അവസാനത്തെ കാര്യങ്ങൾ അറിയുന്നവൻ. ഫറോവ പോലും അവലംബിക്കുക അയാളാണ്. ഹാമാനോടാ പറയണത്, മൂസാന്റെ ഇലാഹിനെ കാണാൻ ഈ ഒരു ദൂരദർശിനി സ്ഥാപിക്കുക, ഒരു മൈക്രോസ്കോപ്പ് വെക്ക്, എന്നിട്ട് ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. മൂസ വന്നിട്ട് ഇപ്പൊ റബ്ബിനനുസരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. ആ റബ്ബിനെ ഒന്ന് കാണാൻ പറ്റുന്ന വല്ല ശാസ്ത്ര സാങ്കേതിക സാമൂഹിക സംവിധാനങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ചേർക്കുന്നത് ഹാമാനെയാണ്. ഹാമാനാണ് സൈന്യത്തിന്റെ കൺട്രോൾ. സൈന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ അതാക ഹദീസുൽ ജുനൂദ്. സൈന്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഖുർആൻ ചോദിക്കണ ചോദ്യ. സൈന്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മനുഷ്യരെ ഇഞ്ചിഞ്ചായി തൊല്ലിക്കൊല്ലുന്ന കാട്ടാള സൈന്യങ്ങൾ, മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന, മനുഷ്യന് തെരുവിലിട്ട് പട്ടിയെ പോലെ പന്നിയെ പോലെ തല്ലിക്കൊല്ലുന്ന സൈന്യങ്ങൾ. അഗ്നിവീർ പരീക്ഷിക്കപ്പെടാൻ പോവുക. 4 വർഷം പരിശീലനം കൊടുത്ത് തെരുവ് യുദ്ധങ്ങൾ നടത്താൻ പറ്റിയ രീതിയിലുള്ള കുട്ടിപ്പട്ടാളത്തെ വളർത്തിയെടുക്കാൻ സംഘപരിവാറിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുള്ള സൈനിക ഒളി അജണ്ട. ഇതൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഹൽ അതാക ഹദീസുൽ ജനൂദ്. സൈന്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവിടെ നമ്മളോടാ ചോദിക്കുന്നത്. ലോകത്തെ സൈനിക രാഷ്ട്രീയത്തെ നിങ്ങൾ പഠിക്കണം. ആരാണത് പ്രൊമോട്ട് ചെയ്യുന്നത്? യുദ്ധങ്ങളുടെ റിമോട്ട് ചെയ്യുന്നത് ആരാണ്? ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൈന്യത്തെ ഇറക്കിയുള്ള കളികളുണ്ട് ലോകത്തുടനീളം. നിങ്ങളതൊന്നും പഠിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ഫിർഔന വസമൂദ്. ഫിർഔന്റെ സൈന്യം, ഹാമാന്റെ സൈന്യം. ഇതാണ് ഖുർആൻ പറയുന്നത്. ഈ ഫിർഔന്റെ സൈന്യം ഹാമാന വഫിർഔന ജുനൂദഹുമാ. ഫിർഔന്റെയും ഹാമാന്റെയും സൈന്യം വലിയ അപകടകാരികളായിരുന്നു, പാപികളായിരുന്നു. അപകടകരമായ അജണ്ടകളാൽ നിർമ്മിക്കപ്പെട്ട ആൾക്കൂട്ടവും അധികാരക്കൂട്ടവുമായിരുന്നു. രണ്ടുണ്ട്. ഒഫീഷ്യൽ സൈന്യത്തെയും അതിലേക്ക് കൊണ്ടുപോകാൻ, അൺഒഫീഷ്യലായി സംഘടിപ്പിക്കപ്പെടുന്ന സൈന്യത്തെയും ആ രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ. ഇതൊക്കെ പഠിക്കാൻ. അതിന്റെ ഹെഡാണ് മിസ്റ്റർ ഹാമാൻ. അല്ല ഖുർആൻ വെറുതെ ഇങ്ങനെ 3 പേര് ഹാമാന ഖാറൂന ഫിർഔന അങ്ങനെ പറഞ്ഞിട്ട് പോവാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് തെറ്റിദ്ധരിക്കുന്നത്. ഇവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. മൂസാ നബി അള്ളാഹ് വിളിച്ചിട്ട് പറഞ്ഞു, നീ പോ. അള്ളാഹ് അടിസ്ഥാനപരമായി പ്രഖ്യാപിച്ചു, അവർ അക്രമകാരികളാണ്. അവരുടെ ആദർശം, അവരുടെ ആശയം, അവരുടെ അജണ്ട, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നന്മയുള്ളതല്ല, ദുൽമ മാത്രമാണ്. എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അള്ളാഹ് എടുത്തു പറയും. പക്ഷെ ഒരു നന്മയും ഇല്ലാത്തത് കൊണ്ട് അള്ളാഹ് പറയാ, പോ, അതിക്രമകാരികളായ അക്രമികളായ ഈ സംഘത്തിന്റെ അടുത്തേക്ക് നീ പോ. ഫിർഔൻ. എന്നിട്ടൊന്നും കൂടി പറഞ്ഞു, ഫിർഔന്റെ ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അക്രമകാരികളാണ് അവർ എന്നുള്ളത്. ചോദിക്കവരോട്, അലാ യത്തഖൂൻ, നിങ്ങൾ അള്ളാനെ പേടിക്കണില്ലേ? ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഈശ്വരനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തല്ലേ? ഈ ദുനിയാവില് അധികാര പ്രമത്തതയിൽ 20, 25, 30 വർഷമുള്ള അരങ്ങ് വാഴ്ച കൊണ്ട് എല്ലാം നേടിയെടുത്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരാണോ നിങ്ങൾ? തകർന്ന് തരിപ്പണമാകും. അല്ലായത്തഖൂൻ. അവിടെ നമ്മളെപ്പോഴും പറയലുണ്ട് തഖ്വ. ഞാനും നിങ്ങൾ പരസ്പരം പറയേണ്ട സാധനമാണ് തഖ്വ. മുസ്ലിങ്ങളോടാണ് തഖ്വനെ കുറിച്ച് പറയാം. ഇത് ഫിർഔനോടാണ് പറയുന്നത്. അല്ലായത്തഖൂൻ. പിന്നെ തഖ്വ അല്ലേ? നമുക്കിപ്പോ മുസ്ലിമേതര ആളുകളോട് തഖ്വ പറയാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത്? ഫറോവ മുസ്ലിം അല്ല, ഫറോവയുടെ കോർപ്പറേറ്റ് ഭീമന്മാർ മുസ്ലിം അല്ല, ഫറോവയുടെ സൈനിക നേതൃത്വം മുസ്ലിം അല്ല, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടവരല്ല. മുസ്ലിം എന്നുള്ളത് സാമുദായികമായിട്ടല്ല പറയുന്നത്, അള്ളാഹുവിന്റെ വ്യവസ്ഥക്ക് വിധേയമാക്കപ്പെട്ടവരല്ല. അപ്പൊ അവരോട് അടുത്തേക്ക് പോയിട്ട് നീ ചോദിക്കുക. അതിൽ ഗുണകാംക്ഷയുണ്ട്, കൽപ്പനുണ്ട്, മുന്നറിയിപ്പുണ്ട്, നന്നായാലുള്ള വാഗ്ദാനങ്ങളുണ്ട്. തഖ്വയുണ്ടെങ്കിൽ, നിങ്ങൾ സൂക്ഷ്മാലുക്കളാണെങ്കിൽ, നിങ്ങൾ ധാർമ്മികതയുള്ളവരാണെങ്കിൽ, നിങ്ങൾ മൂല്യവും നന്മയുമുള്ളവരാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു ചോദ്യം നീ അവർക്ക് കൊടുക്കണം. ഹലായ തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നില്ലേ? നിങ്ങൾ തഖ്വ ഉള്ളവരല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.
അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് ഫറോവയോടും അതിൻ്റെ സംവിധാനങ്ങളോടും പോയി വലിയ ഒരു പ്രബോധന സംവിധാനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തുന്ന ആയത്തുകളാണ് സൂറ നാസിആത്തിലും സൂറ ശൂറായിലും ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുഹറം മാസത്തിനോട് നന്മയുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പാരായണം ചെയ്യുക. മൂസാ നബിയുടെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഭാഗങ്ങൾ മനഃപ്പാടമാക്കുക. മനഃപ്പാടാക്കി ആ സംഭവം ഇവിടെ ഉണ്ടാവും, നമ്മളെ ഓർമ്മയിലുണ്ടാവും. ആരോ എവിടുന്നോ പറഞ്ഞിട്ട് എത്തിക്കേണ്ടി വരില്ല. എന്താണ് ഒരു 4 or 5 ആയത്തുകളൊക്കെ മൂസാ നബിയുമായി ബന്ധപ്പെട്ടത് മനഃപ്പാടമാക്കിയാൽ ഫിർഔനും ഖാറൂനും ഹാമാനും മുക്കലും കൊല്ലലും നശിപ്പിക്കലും പെട്ടിയിലാക്കലും കൊട്ടയിലാക്കലും പുഴയിലൊഴുക്കലും ഒക്കെ നമ്മളെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആ പഴയ കഥ മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടിയിലാക്കി കൊട്ടായിലാക്കി ഫറോവൻ്റെ ഉള്ളിലേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയ കഥ മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഹറം ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും എന്താണ് സർവാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും മനുഷ്യർക്ക് അവരുടെ നന്മയും അവകാശങ്ങളും വകവെച്ച് നൽകാതെ ഔദ്യോഗിക സംവിധാനങ്ങൾ മുതൽ അവരുടെ ആൾക്കൂട്ട സംഘങ്ങളടക്കം മനുഷ്യനെ നിസ്സഹമായി കൈകാര്യം ചെയ്യുന്ന വ്യവസ്ഥക്കും അവസ്ഥയ്ക്കും ക്രമത്തിനുമൊക്കെയാണ് ഫാസിസം, നാസിസം, സമഗ്രാധിപത്യം, സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുക. ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ അതുണ്ടെങ്കിൽ ആ ആളുകളുടെ അടുത്തേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്നിട്ട് ചില വർത്തമാനങ്ങൾ പറയണം എന്നാണ് മുഹറം എന്നെയും നിങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.